നെവിൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ശൈത്യ അനുമോളോട് പറയാണ്, നമ്മളാരും ഇറക്കി വിട്ടതല്ലല്ലോ, നീ എന്താ ഈ പറയുന്നത്? വാശിപ്പുറത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോഴല്ലേ ബിഗ് ബോസ് അവനെ പുറത്താക്കിയത്, അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഒരു ആങ്കർ ആയാൽ മതി, എനിക്കിവിടെ അധികം നിൽക്കണം എന്നൊന്നുമില്ല, ബിഗ് ബോസിൻ്റെ കപ്പൊന്നും എനിക്ക് വേണ്ട, ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ എന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും, പക്ഷേ എനിക്കൊരു നല്ല ആങ്കർ ആവണം എന്നാണ് എന്നോട് പറഞ്ഞത്. നിന്നോട് അവൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഇവിടെ നിൽക്കണം എന്നാണ് എന്നോട് പറഞ്ഞതെന്ന്. ഇനി ഓരോരുത്തരോട് ഓരോ കാര്യമാണ് അവൻ പറഞ്ഞുകൊണ്ട് നടന്നതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇതാണ്. പിന്നെ അവനൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പോകണമെന്ന് വിചാരിച്ച് അവൻ പോകുക ചെയ്യും. അവൻ ശൈത്യ അനുമോളോട് പറയുന്നുണ്ട്, അവൻ സോറി പറയാനിരുന്നതാണ് ബിഗ് ബോസിനോട്. ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അവൻ എല്ലാം പറഞ്ഞു സോറി പറയാൻ വേണ്ടി ഇരുന്നതാണെന്ന്. അത് അവൻ നിന്നോട് പറഞ്ഞു എന്ന് ശൈത്യനോട് ചോദിക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞില്ല, അവൻ്റെ ഒരു മുഖഭാവം വെച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. നീ ഓരോ മുഖഭാവം വെച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നീ അങ്ങനെയായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അനുമോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത്. ഇന്നലെ നമ്മൾ ഇവിടെ നടത്തിയ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ബിന്നി എൻ്റെ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിന്നിയോട് പറഞ്ഞു, കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. ബിന്നി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നീ അവളോടൊന്നും പറയണ്ട. അവൾക്കറിയേണ്ടത് നൂറയോട് എന്താണ് നെവിൻ പറഞ്ഞ് ട്രിഗർ ചെയ്തത് എന്നാണ് അറിയേണ്ടതെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് നൂറേനോട് പോയി ചോദിക്കാൻ പറ, അത് നിന്നോടല്ലല്ലോ വന്ന് ചോദിക്കണ്ടേ. അവൾക്കറിയേണ്ട കാര്യങ്ങൾ അവരോട് പോയി ചോദിക്കട്ടെ.